അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും തൗഫീഖും കൊണ്ടാണ് നമ്മൾ ഈമാനിൻ്റെ വക്താക്കളായി മാറിയത്. ആ ഈമാൻ നമ്മുടെ മരണം വരെ നിലനിൽക്കേണ്ടതുണ്ട്. ഈമാനോടുകൂടി നമുക്ക് മരിക്കുവാൻ സാധിക്കേണ്ടതുമുണ്ട്. എന്നാൽ പലപ്പോഴും ഈമാനിൽ ദുർബലതകൾ വരാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈമാനിൽ ദുർബലത വരുമ്പോൾ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക എന്ന് ഹദീസിൽ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. എന്നാൽ അതിനപ്പുറം പൈശാചികമായി ചില സംശയങ്ങൾ വസ്വാസ് രൂപത്തിൽ നമുക്കുണ്ടായേക്കാം. എൻ്റെ ഈമാൻ ചോർന്നു പോകുന്നുണ്ടോ, എനിക്ക് ഈമാൻ ഉണ്ടോ എന്നൊക്കെയുള്ള പൈശാചികമായ ചില ചിന്തകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം. അങ്ങനെ എങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചൊല്ലേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പിശാചിൽ നിന്നും രക്ഷ തേടുക എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട അല്ലെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവോട് ഞാൻ ശരണം തേടുന്നു എന്ന് പ്രാർത്ഥിക്കുക. കാരണം വസ്വാസുകളുടെ അടിസ്ഥാനം മനുഷ്യപിശാചുക്കളുമുണ്ട്, ജിന്ന് പിശാചുക്കളുമുണ്ട്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട വസ്വാസ് ഉണ്ടാക്കുന്നവരിൽ നിന്ന്, മനുഷ്യഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നവരിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് ശരണം തേടുന്നു എന്നാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ വചനം. അതുകൊണ്ട് തന്നെ ഇത്തരം സംശയം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത്തരം വസ്വാസുകൾ ഉണ്ടായാൽ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. എന്നിട്ട് ആ സംശയത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കുക. അതൊരു വസ്വാസായി മാത്രം കണക്കാക്കി ഞാൻ അതിൻ്റെ പിറകെ കൂടേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ആ വസ്വാസിനെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈമാനിനെ വീണ്ടും ശക്തിപ്പെടുത്തി പറയുക, ആമൻതു ബില്ലാഹി വറുസുലിഹി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഈമാനിനെ ഉറപ്പിച്ചുകൊണ്ടും നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടും ചൊല്ലുക. അതുപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിൽ വരുന്ന ഒരു ആയത്തിൻ്റെ ശകലമാണ്. ഹുവൽ അവ്വലു, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ്. അതിലൂടെ നമ്മുടെ ഈമാനിന് ഉറപ്പും കരുത്തും ശക്തിയും ലഭിക്കേണ്ടതുണ്ട്. ഹുവൽ അവ്വലു, അവനാണ് ആദ്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പ് മറ്റൊന്നും ഇല്ല. വൽ ആഖിറു, അവനാണ് എന്നെന്നുമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന് ശേഷം മറ്റൊന്നില്ല. ആ നിലയ്ക്ക് എന്നെന്നുമുള്ളവനാണ്. നമ്മൾ അവസാനത്തവൻ എന്ന് പറയുമ്പോൾ അവസാനം അള്ളാഹുവും അവസാനിക്കും എന്നൊരർത്ഥം വരാൻ പാടില്ല. എല്ലാം കഴിഞ്ഞാലും ആരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. അതാണ് അൽ ആഖിർ എന്ന് പറയുന്നത്. വല്ലാഹിർ, അള്ളാഹുവാണ് പ്രത്യക്ഷമായുള്ളവൻ, അവൻ്റെ മുകളിൽ മറ്റൊന്നില്ല. വൽ ബാത്തിനു, അവനാണ് പരോക്ഷമായുള്ളവൻ, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനപ്പുറം മറ്റൊന്നില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പറയുക. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല പോലെ അറിയുന്നവനാകുന്നു. അതേപോലെ തന്നെ ശേഷം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വസ്സദാദ്. അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ എന്നെ നീ സന്മാർഗത്തിലാക്കണമേ. അപ്പോൾ നമ്മുടെ സന്മാർഗം നിലനിർത്തി തരണമേ എന്നാണ് അതിൻ്റെ ആശയം. വസദ്ദിദ്നി, എന്നെ നീ നേരിൽ ഉറപ്പിച്ചു നിർത്തണമേ. നേരായ വഴി ഏതാണോ ആ സന്മാർഗത്തിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വസ്സദാദ്, അള്ളാഹുവേ നിന്നോട് ഞാൻ സന്മാർഗം ചോദിക്കുന്നു, നിന്നോട് ഞാൻ ശരിയായ വഴിയും ചോദിക്കുന്നു. ആ ശരിയായ വഴിയിൽ, സന്മാർഗത്തിൻ്റെ വഴിയിൽ ദൃഢതയോടുകൂടി അള്ളാഹുവേ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന ഒരു ദുആയാണ് ഈ പ്രാർത്ഥനയുടെ ആശയമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വസ്വാസുകൾ നമ്മൾ പലപ്പോഴും ഒഴിവാക്കുക, അത് പൈശാചികമാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈമാനിനെ നമ്മൾ ഉറപ്പിക്കുക, അള്ളാഹുവിൽ നിന്ന് അതിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.